നമ്മുടെ കരുനാഗപ്പള്ളിയിൽ അത് നല്ല പ്രീമിയം ആംബിയൻസിൽ നൈറ്റ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ചില്ലടിച്ചിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി കഫേയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. സ്റ്റാർട്ടറായിട്ട് നമ്മൾ സ്പൈസി ലോഡർ ഫ്രൈസും അതുപോലെ തന്നെ അവർ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ മനാക്കിഷ് എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി ഡിഷാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല സ്പൈസി സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ തന്നെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഈ കാണുന്ന ബീഫ് റിബ്സ് ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ബീഫ് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ആദ്യം ഞാൻ റിബ്സ് മാത്രം ഒന്ന് കഴിച്ചു നോക്കിയേട്ടോ, ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളി ഐറ്റം. ആ ബീഫിന്റെ ടേസ്റ്റ് ഒട്ടും പോവാതെ തന്നെ എത്രത്തോളം അത് കുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കുക്ക് ചെയ്ത് സോഫ്റ്റ് ആക്കി നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നേക്കായിരുന്നു കേട്ടോ. അത് മാത്രമല്ല ഗൈസ്, എക്സ്ട്രാ 1-2 സ്പൈസി ഡിപ്സ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ റൈസിന്റെയും മീറ്റിന്റെയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്റെ പൊന്നോ ഒരു രക്ഷയില്ല ഗൈസ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ അവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പെരിപ്പെരി അൽഫാമാണ് കേട്ടോ. പെരിപ്പെരിന്ന് കേട്ടപ്പോൾ തന്നെ ഒരു മിനിമം ലെവൽ ഓഫ് എരിവ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് അതുക്കും മേലെയായിരുന്നു ഗൈസ്. എരിഞ്ഞെന്റെ അണ്ടകടാഹം വരെ ഇളകിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നെക്സ്റ്റ് ഇക്കാണുന്ന ഐറ്റാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ താരം, അതായത് തേങ്ങാപ്പാൽ പൊറോട്ട. അതിൽ ബീഫാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബീഫും തേങ്ങാപ്പാലും ആ പൊറോട്ടയും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അഡാർ ഐറ്റം ആയിരുന്നു ഗൈസ്. ഹോണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടെ ചുരുട്ടിയെടുത്ത് വായിലോട്ട് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. അതെങ്ങോട്ടാണ് മെൽറ്റ് ആയി പോയെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഫൈനലി നമ്മുടെ ബാലൻസിങ് സെക്ഷന് വേണ്ടിയിട്ട് അവരുടെ തന്നെ മൊജിറ്റോസും ഫ്രഷ് ജ്യൂസും ഒക്കെയാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇക്കാണുന്നതാണ് കേട്ടോ വാട്ടർമെലൺ മൊജിറ്റോ. അടിപൊളി ടേസ്റ്റ് ആൻഡ് റിഫ്രഷിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന സംഭവമാണ് സ്പൈസി ലെമൺ മൊജിറ്റോ. സ്പൈസി ഡ്രിങ്ക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങോട്ട് ഒരു അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഈ സ്പോട്ട് ആരും മിസ് ചെയ്യേണ്ട ഗൈസ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് സ്റ്റോറി സ്റ്റേ കഫേ, AR ഗാലറി മാർക്കറ്റ് ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. അപ്പൊ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ.